ഞാൻ പലരോടും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ്. ഓക്കെ, നമ്മൾ ജീവിച്ചു തീർത്തത് ഒவ்வொരു സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയാം. നിങ്ങളുടെ ഡിവോഴ്സിന് ശേഷമാണ് എന്തോ അവരത് കമന്റ് ചെയ്തത്. കല്യാണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇത് അധികം നാളും ഈ റിലേഷൻ പോവില്ല, ഇവർ ഉടനെ തന്നെ വേർപിരിയുമെന്ന് എനിക്കറിയാം. നമ്മുടെ സ്വന്തം മേഘ്ന വിൻസെന്റ്, അതായത് ചന്ദനമഴയിലെ അമൃതം. ഇപ്പൊ ചന്ദനമഴയിലെ കുറെ റീലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിട്ട് ഒരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലത്തെ നായികമാരായിരിക്കും എല്ലാ ഇന്റർവ്യൂവിലും നമുക്ക് കാണാൻ സാധിക്കുക. ഇത്തരത്തില് വൈറലായ ആൾക്കാരുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ചന്ദനമഴയിലെ അമൃതയും എത്തിയിരിക്കുന്നത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആണ് ചന്ദനമഴയിലെ അമൃത, അതായത് മേഘ്ന വിൻസെന്റിന്റെ ഇന്റർവ്യൂ ആയിട്ട് പൊക്കി പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് തോന്നിവാസം ചോദിക്കാം എന്ന് നമ്മൾ ഇപ്പോ കുറച്ച് ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരുടെ പേഴ്സണൽ ലൈഫിലേക്ക് മിടിച്ചു കുത്തി കയറാമെന്നുള്ള ഒരു ചിന്താഗതി ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് അറിയില്ല. പക്ഷെ അവര് എല്ലാവരും ഇപ്പോ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കുന്ന പല ഇന്റർവ്യൂസും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ അത്തരം ഒരു ഇന്റർവ്യൂ ആണ് ഇത്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്താണ് ഇവർ ചോദിക്കുന്നത് എന്നുള്ള കാര്യം. ഹായ് മേഘ്ന, സുഖമായിട്ടിരിക്കുന്നോ? എപ്പോഴും ഏത് ഇന്റർവ്യൂല് കണ്ടാലും എപ്പോഴും വളരെ ഈസി ആയിട്ട്, വളരെ ചിരിച്ച്, വളരെ എന്ത് പൊട്ടത്തരങ്ങളൊക്കെ ഉള്ള ഇന്റർവ്യൂവും ഒക്കെ വൈറലായപ്പോഴും അതിനൊക്കെ അത്ര കൂളായിട്ടാണ് മേഘ്ന ഹാൻഡിൽ ചെയ്തത്. പിന്നീട് അങ്ങോട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. പക്ഷെ മേഘ്ന ഒന്നിലും ഒരു ഇതല്ലാതെ അത് ആക്സെപ്റ്റ് ചെയ്യായിരുന്നു. ഓക്കെ, അത് എനിക്ക് പറ്റിപ്പോയി, ശരിയാണ്, എന്റെ അറിവില്ലായ്മയുടെ ഒരു പുറത്ത് വന്നതാണ്, അത് എന്റെ ഒരു ഇതാണ്, അങ്ങനെയൊക്കെ അതിനെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് മേഘ്ന കണ്ടത്. ആ ഒരു ഫാക്ട് സൈഡ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റിയലൈസ് ചെയ്തു എന്തുകൊണ്ടായിരിക്കും മേഘ്ന എന്നുള്ള ഒരാൾ അന്ന് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ റിയലൈസ് ചെയ്തിട്ട് വളരെ എങ്ങനെ ഇത്രയും നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരാളായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതൊരുമാതിരി കോപ്പിലത്തെ ഇൻട്രൊഡക്ഷൻ ആയി പോയി. അതായത് പല മേഘ്നയുടെ ഇന്റർവ്യൂസ് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് പഴയതൊക്കെ. അതിലൊക്കെ കുറെ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് അത് ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ, 10-12 വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ മേഘ്ന കുറെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് പറഞ്ഞതുപോലെ തന്നെ കുറെ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതായത് പിടിച്ച് മേലെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തള്ളി താഴ്ന്ന പോലത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആയി പോയി. ഇതൊരു വല്ലാത്തൊരു അവസ്ഥയായി പോയിട്ടാണ്. ബെസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ത് ചൂസ് ചെയ്താലും മേഘ്നയുടെ ഓരോരുത്തരുടെ ഇഷ്ടം ഓരോന്നാണ്. പക്ഷെ മേഘ്നയുടെ ഇഷ്ടത്തിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് എന്ന് മേഘ്നയ്ക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും പിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടേക്കോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിലെല്ലാം തെറ്റ് പറ്റിയേക്കാം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തെറ്റ് പറ്റിയേക്കാം നമ്മുടെ സെലക്ഷനില്, നമ്മുടെ തീരുമാനങ്ങളില്. ഇല്ല ചേച്ചി, നമ്മൾക്ക് ആ സമയത്ത് നമ്മൾക്ക് ദി ബെസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മൾക്ക് ഒന്നുമില്ല, നമ്മളുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് അല്ല സെലക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ സെലക്ട് ചെയ്യാം. അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന മേഘ്ന എന്ന് പറയുന്നത് അതിൽ കൂടെ ഒക്കെ കടന്നു വന്ന ആ ഒരു മേ ബി അങ്ങനെ ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ഞാൻ പോയേനെ. അപ്പം എല്ലാം ഒന്നെങ്കിൽ ഒരു ലെസൺ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു മൊമെന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം. എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ടല്ലേ ചേച്ചി. അതിനെനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്ത് സംഭവം ഈ ആങ്കർ ചോദിച്ചതാണെന്നല്ല, ലൈഫിൽ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് അത് എന്തെങ്കിലും ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ, അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് വിഷമിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കണം. സംഭവം വേറെ ഒന്നല്ല, പേഴ്സണൽ ലൈഫിലേക്ക് ചെറുതായിട്ട് നിർത്തി നോക്കിയതാണ്. ഇങ്ങനെ മൂക്ക് പിടിക്കേണ്ടത് ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിച്ചിട്ടാണ് ആങ്കർ ചോദിച്ചത്. നമ്മുടെ മേഘന എന്ത് പറഞ്ഞു? വേറൊരു ഉദാഹരണം പറയാം. നമ്മൾ ലൈഫിൽ ഒരു സാധനം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. അപ്പൊ നമ്മളത് സ്വന്തമാക്കണം എന്ന് വിചാരിച്ചുമ്പോ ബാക്കിയുള്ളവർ പറയുന്നത് അത് വേണ്ട, അത് പൊട്ട സാധനം, അത് ശരിയാവില്ല, നമ്മളത് മേടിക്കണ്ട, അങ്ങനെ പറയാം. പക്ഷെ നമ്മുടെ മനസ്സിൽ അത് കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ്. അപ്പൊ അതിന്റെ ചീത്ത വശങ്ങൾ ഒരിക്കലും നമ്മൾ പ്രൊജക്ട് ചെയ്ത് സംസാരിക്കില്ല. നല്ല വശങ്ങൾ എന്തോ അത് മാത്രമാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അത് പിന്നീട് സ്വന്തമാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്കത് മനസ്സിലാവുക. അതിന് ഇത്തരത്തിലുള്ള ഒരു ചീത്ത വശം കൂടി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അത് സ്വന്തമാക്കിയിട്ട് മനസ്സിലാക്കുക. അതിപ്പോ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യമാണ്. അതേപോലുള്ളൊരു മറുപടിയാണ് ഈ മേഘന ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് കൊടുത്തത്. പക്ഷെ ആൾക്ക് അതൊന്നും പോരാ. ആള് ചോദിച്ച ചോദ്യം, ആളുടെ ചില മാധ്യമപ്രവർത്തകരുണ്ട്, അവര് തന്നെ ചോദ്യം നിർണ്ണയിക്കും, അവർ തന്നെ അതിന്റെ ഉത്തരം മറ്റുള്ളവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ചെയ്യും. അതേപോലത്തെ ഒരു പ്രവണതയാണ് ഇവിടുത്തെ ഈ ഇന്റർവ്യൂവിൽ ഈ ചോദ്യത്തിന്റെ ഒരു ഉത്തരം ആള് കണ്ടെത്താൻ ശ്രമിക്കുന്നത് തന്നെ. ആ ഒരു ആൻസർ തന്റെ ചോദ്യത്തിനുള്ള ഒരു മറുപടി ആയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ആങ്കർ വീണ്ടും ഇതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ആ
ആങ്കർ കിടന്ന് മെഴുകണത് എന്തിനാന്ന് നമുക്ക് നോക്കാം. ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും? ലൈഫിൽ നമ്മൾക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല. അതെ. ചില മിസ്റ്റേക്സ് നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അതെ. അത് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാവും. പക്ഷെ അത് റിഗ്രറ്റ് ചെയ്ത് ഞാൻ ഇരിക്കത്തില്ല. ഐ ട്രൈ ടു കറക്റ്റ് ഇറ്റ് മാക്സിമം. ഓക്കെ, ശരി. അപ്പൊ ഈ ഒരു പോയിന്റും കൂടെ ആയിട്ട് ഞാൻ വേറൊന്നും കൂടെ കണക്ട് ചെയ്തോട്ടെ. ഇപ്പം കുറച്ച് പക്വത എത്തിയ ഒരാളാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവേഴ്സും കാര്യങ്ങളും എല്ലാം. ഇന്നിപ്പോ എനിക്ക് തന്നെ തോന്നുന്നില്ല നമുക്കിപ്പോ അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിനടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത്, അല്ലേ? ഇതാണ് ചോദ്യം, ഇതാണ് ആൾ ഉദ്ദേശിച്ച ചോദ്യം, ഇതാണ് ശരിക്കും വ്യക്തമായ ചോദ്യം. അല്ലാതെ ഇങ്ങനെ പിടിക്കേണ്ട മൂക്ക് ഇങ്ങനെ പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇതാണ് ശരിക്കുള്ള ചോദ്യം. ഒരാൾ പേഴ്സണൽ ലൈഫിൽ എത്തി നോക്കാൻ മലയാളികൾ കഴിഞ്ഞിട്ടാണ് ബാക്കി ആരുള്ളൂ. ആളുടെ പേഴ്സണൽ ലൈഫിൽ എത്തി നോക്കിയിട്ട് അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ, അതിലെന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അതിനെ അവൾ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ടീമുകളാണ്. മോശമാണെന്നുണ്ടെങ്കിൽ നന്നായുള്ളൂ അങ്ങനെ പറയുന്ന ടീമുകളാണ് നമ്മുടെ മലയാളികൾ. അപ്പൊ സ്വാഭാവികമായിട്ട് മലയാളികൾ സ്വഭാവം അറിയാമോ, എല്ലാ മലയാളികളല്ല, ചില ആൾക്കാർ, അയൽക്കൂട്ടം ടീംസ്. സംഭവം നമുക്ക് മനസ്സിലായി. പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടാണ് ഈ കുട്ടി, ഈ ആങ്കർ ചോദിച്ചത്. ഈ ആങ്കറിന് മുന്നേ കുറെ ഒരുപാട് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നല്ല രീതിയിലായിരുന്നു ഇവര് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് കാരണം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാം ഇപ്പോഴത്തെ എല്ലാ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ. അത് വളരെ മോശമാണ്. ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ട് ചോദിക്കുക. നമുക്കറിയാം, മേഘന ഒരുവിധം ആൾക്കാർക്ക് ഒക്കെ അറിയാം, സ്വന്തം കൂട്ടുകാരിയും കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആളുടെ സഹോദരി, ഡിംപിളുടെ സഹോദരനെയാണ് കല്യാണം കഴിച്ചത്. അതെന്തോ ഒരു കാരണവശാലും അടിച്ചു പിരിഞ്ഞ് അത് ഡിവോഴ്സായി പോയി. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇവർ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാനായിട്ട് ഉളുപ്പുണ്ടോ? സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് പൈസ കൊടുത്തിട്ട് ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ഇരുന്ന് ഇങ്ങനത്തെ വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അറിയാൻ കാണിക്കുന്ന ഒരു ത്വര, അതൊരു വല്ലാത്തൊരു മാനസിക രോഗം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ഒരാളുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കണം. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് ആൾക്ക് കംഫർട്ടാണോ അതോ ആള് ആ ചോദ്യത്തിന് വില്ലിങ് ആണോ ഉത്തരം പറയാനായിട്ടുള്ളത്. അത് തന്നെ വീണ്ടും 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 ഇങ്ങനെ ഇട്ട് ചോദിച്ചിട്ട് ഇങ്ങനെ കിടന്ന് മെഴുകുക അവിടെ. എന്തിന്റെ കാര്യത്തിനാണ്? ഒരു ആവശ്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരെ അടുത്തേക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരാളുണ്ട്, കുഴപ്പമില്ല, നമുക്ക് സ്കിപ്പ് അടിച്ച് അടുത്തേക്ക് ഭയങ്കര കോണാത്തിലെ ചോദ്യങ്ങളാണല്ലോ. എന്ത് പൂട്ടിലെ ചോദ്യം ഉണ്ടാകുക? കഷ്ടം തന്നെ. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇടാം. അപ്പോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണ കാര്യം, ഷെയർ ചെയ്യണ കാര്യം, സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണനയിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സി.